നമസ്കാരം. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അർജുൻ ആയങ്കിയെ തൂക്കിയെടുത്ത് കസ്റ്റഡിയിലാക്കിയതിനു ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞതെന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. കേരളം ഗുണ്ടകളുടെ പർദീസയല്ല. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്. കുറെ ആളുകൾ ഇറങ്ങി മനഃപൂർവ്വമായി കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണ്. അവരാരായാലും ശരി. ഇപ്പൊ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് തെളിഞ്ഞല്ലോ. 2-3 ദിവസമായിട്ട് എന്തോ ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഇതൊന്നും ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു രാഷ്ട്രീയ സംരക്ഷണവും അതിനകത്തിൽ പ്രശ്നവുമല്ല. ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ആർജവമുള്ള ഒരു നടപടിയായിരുന്നു. അർജുൻ ആയങ്കിയെ അഴിക്കുള്ളിലാക്കിയതിൽ താങ്കൾക്ക് അഭിവാദ്യങ്ങൾ. എന്നാൽ ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. ഭരണത്തിലേറി 3 മാസമാകാൻ പോകുന്നു. എന്തെല്ലാം ആരോപണങ്ങളാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ ഉന്നയിച്ചിരുന്നത് താങ്കൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ? എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ആ ആരോപണങ്ങളിന്മേൽ ശക്തമായ ഒരു അന്വേഷണവും പ്രഖ്യാപിക്കാത്തത്? ജനങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയവും ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഒട്ടും താങ്കളെപ്പോലൊരു രാഷ്ട്രീയ നേതാവിന് ചേരുന്നതല്ല. സംശയമുണ്ട് ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് താങ്കളും ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വി.ഡി. സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കളും പിണറായി വിജയനെതിരെയും പിണറായി സർക്കാരിനെതിരെയും ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഭരണത്തിലെത്തിയതിന് ശേഷം എല്ലാം മറന്നതുപോലെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിൻ്റെ ഖജനാവിനെ കൊള്ളയടിച്ചു എന്ന് പോലും നിങ്ങൾ പറയുകയുണ്ടായി. മാത്രവുമല്ല, CPM നേതാക്കളുടെ അഴിമതി പണം കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഗോഡൗണാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നും പറയുകയുണ്ടായി. പക്ഷേ ഇതിലൊന്നും ഒരു നടപടിയും ഇതുവരെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അർജുൻ ആയങ്കിയെ പോലുള്ള ഞാഞ്ഞൂലുകൾക്കെതിരെയുള്ള ശക്തമായ നടപടികൾ മാത്രമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ നാടിനെ മുടിപ്പിച്ച, ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയവർക്കെതിരെയും ശക്തമായ നടപടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അധികം വൈകാതെ അതും താങ്കളിൽ നിന്നുണ്ടാകും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.